കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. വിപണിയിൽ കാപ്പിക്കുരുവിന് റെക്കോർഡ് വില ലഭിക്കുമ്പോഴും വിളവെടുപ്പ് ചെലവ് താങ്ങാനാവാതെ ഇടുക്കിയിലെ കർഷകർ. കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളി കൂലിയുടെ വർധനവും ചേർന്നതോടെ ഹൈറേഞ്ചിലെ പല പ്രദേശങ്ങളിലും കാപ്പി വിളവ് ഭാഗികമായി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. 2022 തുടക്കത്തിൽ 24 രൂപ വിലയുണ്ടായിരുന്ന കാപ്പിക്കുരുവിന് നിലവിൽ 225 രൂപയും 150 രൂപ വിലയുണ്ടായിരുന്ന കാപ്പിപ്പരിപ്പിന് 400 രൂപയിലധികവും ലഭിക്കുന്നുണ്ട്. വില ഉയർന്നതോടെ പരിചരണം നൽകിയതിനാൽ കാപ്പിച്ചെടികൾക്ക് മികച്ച വിളവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇടവിട്ട് മഴ ലഭിച്ചതോടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കാപ്പിക്കുരു ഒരുമിച്ച് പാകമാകാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കി. ഒരു ചെടിയിൽ തന്നെ പച്ചയും വിളഞ്ഞതുമായ കാപ്പിക്കുരു കായ്ച്ചു നിൽക്കുന്നത് 2 തവണ വിളവെടുപ്പ് നടത്തേണ്ട സാഹചര്യമുണ്ടാക്കും. ഇത് കർഷകർക്ക് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. അതിഥി തൊഴിലാളികൾക്ക് 800 രൂപയും പ്രാദേശിക തൊഴിലാളികൾക്ക് 1000 രൂപയുമാണ് വിളവെടുപ്പ് കൂലി നൽകേണ്ടത്. 2 തവണ വിളവെടുപ്പ് നടത്തേണ്ടി വരുന്നതോടെ കാപ്പിക്കുരു വിറ്റാൽ വിളവെടുപ്പ് കൂലി പോലും ലഭിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതോടെ പലയിടത്തും കർഷകർ വിളവ് ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതോടെ കട്ടപ്പന കമ്പോളത്തിലെത്തുന്ന കാപ്പിക്കുരുവിന്റെ അളവിലും കുറവുണ്ടായി. എന്നാൽ ചെറുകിട തോട്ടങ്ങളിൽ കർഷകർ സ്വന്തമായും ചിലയിടത്ത് തൊഴിലാളികൾക്ക് വിളവിന്റെ പാതി നൽകാമെന്ന വ്യവസ്ഥയിലും കാപ്പിക്കുരു വിളവെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫി TV. വൻ കുതിപ്പിന് ശേഷം സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഇടിവിലേക്ക്. ഓണക്കാലത്ത് ലിറ്ററിന് 400 രൂപ വരെ എത്തിയിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 360 രൂപയായി വില കുറഞ്ഞു. തേങ്ങ ഉൽപാദനം വർദ്ധിച്ചതും കൊപ്ര വിപണിയിലെത്തിയതുമാണ് വില കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് കഴിഞ്ഞ മാസങ്ങളിൽ റെക്കോർഡ് ഉയർച്ച കണ്ട വെളിച്ചെണ്ണ വില ഇപ്പോൾ ഇടിവ് നേരിടുകയാണ്. ഓണക്കാലത്ത് ലിറ്ററിന് 400 രൂപ വരെ എത്തിയിരുന്ന വില ഇപ്പോൾ 360 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും തേങ്ങ ഉൽപാദനം വർദ്ധിച്ചതും വിപണിയിലേക്ക് കൊപ്ര ധാരാളമായി എത്തിത്തുടങ്ങിയതുമാണ് വിലയിടിവിന് പ്രധാന കാരണം. ഇങ്ങനെ തുടർന്നാൽ അടുത്ത വർഷവും വെളിച്ചെണ്ണ വില കുറയാനിടയുണ്ടെന്നാണ് വിപണി നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇത്തരത്തിൽ പ്രവണത തുടർന്നാൽ അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോൾ വെളിച്ചെണ്ണ വില ലിറ്ററിന് 180 രൂപ വരെ കുറഞ്ഞേക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഒരു ഘട്ടത്തിൽ ആഴ്ചതോറും 10 മുതൽ 20 രൂപ വരെ വില വർദ്ധിച്ചിരുന്ന വെളിച്ചെണ്ണയ്ക്ക് മില്ലുകളിൽ നിന്ന് 1 കിലോ വാങ്ങാൻ 420 രൂപ മുതൽ 450 രൂപ വരെ നൽകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതും വില കൂടിയതും ഉൽപാദന ചെലവ് വർദ്ധിച്ചതുമാണ് അന്ന് വില കുതിക്കാൻ കാരണമായത്. തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് കൂടുതലായും മില്ലുടമകൾ തേങ്ങ വാങ്ങിയിരുന്നത്. ഇപ്പോൾ ഉൽപാദനം കൂടിയതോടെ വിപണിയിൽ വില കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെല്ല് വിറ്റ പണം നൽകാതെ സർക്കാർ കബളിപ്പിക്കുന്നതായി കർഷകർ. സപ്ലൈകോ വഴി വിറ്റ നെല്ലിന് സമയബന്ധിതമായി പണം നൽകാത്തതിനാലാണ് കർഷകർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നെല്ല് വിറ്റവർക്ക് തുക ലഭിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം PRS നൽകിയ കർഷകർക്ക് ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടില്ലെന്നാണ് പരാതി. സപ്ലൈകോ വഴി വിറ്റ നെല്ലിന് പണം ലഭിക്കാത്ത കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വരെ നെല്ല് വിറ്റ കർഷകർക്ക് പണം ലഭിച്ചെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം PRS നൽകിയ കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇതുവരെ തുക എത്തിയിട്ടില്ലെന്നാണ് പരാതി. ഇതോടെ നെല്ല് സംഭരണത്തിനും വില നൽകുന്നതിലും സർക്കാർ മെല്ലെപ്പോക്കും കബളിപ്പിക്കലും കാണിക്കുന്നുവെന്ന് കർഷകർ ആരോപിക്കുന്നു. വിൽപ്പന നടത്തിയ നെല്ലിന് പാടി ഓഫീസർ നൽകിയ PRS തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാങ്കിൽ സമർപ്പിച്ചവർക്ക് പണം ലഭിച്ചിരുന്നു. എന്നാൽ 12 ശേഷം PRS നൽകിയ കർഷകർക്കാണ് തുക ലഭിക്കാത്തത്. ഈർപ്പമില്ലാത്ത നെല്ലിനും മില്ലുകൾ കിൻഡലിന് 4-5 കിലോ വരെ കിഴിവ് നൽകി സംഭരിക്കുന്നതായും ഇതുവഴി ഓരോ കിൻഡലിനും ഏകദേശം 180 രൂപ വരെ നഷ്ടമുണ്ടാകുന്നതായും കർഷകർ പറയുന്നു. മഴ മൂലം വൈക്കോൽ ചീഞ്ഞുപോയതോടെ അതിൽ നിന്നുള്ള വരുമാനവും പൂർണ്ണമായി നഷ്ടപ്പെട്ടതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. മുമ്പ് ഒരേക്കറിലെ വൈക്കോൽ വിറ്റാൽ 500 മുതൽ 1500 രൂപ വരെ ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ചീഞ്ഞ വൈക്കോൽ മാറ്റിക്കളയാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് പരാതി. സമയബന്ധിതമായി നെല്ലിന്റെ പണം ലഭിച്ചാൽ മാത്രമേ കൃഷിക്കെടുത്ത ബാങ്ക് വായ്പകൾ ഉൾപ്പെടെയുള്ള ബാധ്യതകൾ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് കർഷകർ വ്യക്തമാക്കുന്നു. പണമടയ്ക്കുന്നതിലെ വൈകിപ്പിക്കൽ കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുവെന്നും അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 183, RSS 5 179, ലാറ്റക്സ് 129, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,100, കുരുമുളക് അൺഗാർബിൾ 69,100, ഏലക്ക
2300 മുതൽ 2400 വരെ. വെളിച്ചെണ്ണ 32,500, കൊപ്ര 19,700, ചുക്ക് 28,000. Agri News sponsored by Shallow Mattress, everlasting comfort and durability.